നീണ്ട 23 വർഷത്തെ കാത്തിരിപ്പിന് വിരാമമിട്ട് മലയാളികളുടെ പ്രിയതാരം ജയറാമും മകൻ കാളിദാസും വെള്ളിത്തിരയിൽ അച്ഛനും മകനുമായി ഒന്നിക്കുമ്പോൾ പിറക്കുന്നത് മലയാളിക്ക് എന്നും പ്രിയപ്പെട്ട ഒരു ഫീൽ ഗുഡ് വിരുന്നാണ്. വെറും ഒരു സിനിമ എന്നതിലുപരി ഓരോ മലയാളി വീട്ടിലെയും അച്ഛനും മകനും തമ്മിലുള്ള നിശബ്ദമായ സ്നേഹത്തിന്റെയും പരിഭവങ്ങളുടെയും ഒരു നേർചിത്രമാണ് ആശകൾ ആയിരം. ജയറാം എന്ന നടന്റെ തട്ടകമായ ഫാമിലി ഓഡിയൻസിനെ ഹൃദയത്തോട് ചേർത്ത് പിടിക്കുന്ന രീതിയിലാണ് ഈ ചിത്രം ഒരുക്കിയിരിക്കുന്നത്. കലാം നഗറിലെ പരിമിതമായ സാഹചര്യങ്ങളിൽ ഒട്ടേറെ സ്വപ്നങ്ങളുമായി കഴിയുന്ന ഹരിഹരന്റെയും കുടുംബത്തിന്റെയും കഥയാണിത്. വർഷങ്ങളായി മെഡിക്കൽ റപ്പായി ജോലി ചെയ്യുന്ന ഹരിഹരൻ തന്റെ പ്രായോഗിക ജീവിതത്തിൽ സംതൃപ്തനാണെങ്കിലും 28 വയസ്സായിട്ടും ഒരു ജോലിക്കും പോകാതെ സിനിമാ സ്വപ്നങ്ങൾക്ക് പിന്നാലെ അലയുന്ന മകൻ അജീഷ് അദ്ദേഹത്തിന് ഒരു ആശങ്കയാണ്. സിനിമാ മോഹിയായ മകന് മുൻപിൽ അപ്രതീക്ഷിതമായി കാലം അച്ഛന് നൽകുന്ന ഒരു അഭിനയവേഷം ആ കുടുംബത്തിന്റെ താളം തന്നെ മാറ്റുന്നു. മധ്യവയസ്സിൽ ഹരിഹരനെ തേടിയെത്തുന്ന ഈ അവസരം അച്ഛനും മകനും ഇടയിലുള്ള ബന്ധത്തെ എങ്ങനെ മാറ്റിമറിക്കുന്നു എന്നതാണ് സിനിമയുടെ കാതൽ. ജയറാം കാളിദാസൻ കോംബോയുടെ തകർപ്പൻ കെമിസ്ട്രിയാണ് ചിത്രത്തിന്റെ പ്രധാന ആകർഷണം. ഓഫ് സ്ക്രീനിലുള്ള അവരുടെ ആത്മബന്ധം സ്ക്രീനിലും പ്രതിഫലിക്കുമ്പോൾ പ്രേക്ഷകർക്ക് അത് മനോഹരമായ ഒരു അനുഭവമായി മാറുന്നു. ഇതിനിടയിൽ സമാധാനത്തിന്റെ പാലമായി എത്തുന്ന അമ്മവേഷം ആശാ ശരത്ത് ഗംഭീരമാക്കിയിട്ടുണ്ട്. എന്നാൽ സിനിമയിലെ സർപ്രൈസ് പാക്കേജ് ഷറഫുദ്ദീൻ അവതരിപ്പിച്ച സുമിത് രാഘവൻ എന്ന കഥാപാത്രമാണ്. അഹങ്കാരവും ഈഗോയും നിറഞ്ഞ ഒരു നെപ്പോ കിഡായി ഷറഫുദ്ദീൻ തന്റെ കരിയറിലെ മറ്റൊരു മികച്ച പ്രകടനം കൂടി കാഴ്ചവെച്ചിട്ടുണ്ട്. ആദ്യ പകുതിയിൽ നർമ്മത്തിന്റെ പൂത്തിരികൾ വിരിയിച്ച് കഥ പറയുന്ന ചിത്രം രണ്ടാം പകുതിയിൽ അങ്ങേയറ്റം വൈകാരികമായ നിമിഷങ്ങളാൽ പ്രേക്ഷകരുടെ കണ്ണ് നനയിക്കുന്നുണ്ട്. ഓരോ സാധാരണക്കാരന്റെ ഉള്ളിലെ ആഗ്രഹങ്ങളെയും കുടുംബ ബന്ധങ്ങളിലെ വിള്ളലുകളെയും ചേർത്ത് പിടിക്കാൻ സംവിധായകൻ ജി പ്രജിത്തിനും തിരക്കഥാകൃത്തുകളായ അരവിന്ദ് രാജേന്ദ്രനും ജൂഡ് ആന്റണി ജോസഫിനും സാധിച്ചിട്ടുണ്ട്. സനൽദേവിന്റെ സംഗീതം ഓരോ രംഗത്തിനും ആഴം വർദ്ധിപ്പിക്കുന്നു. ചുരുക്കത്തിൽ ആശകളായിരം വെറുമൊരു കാഴ്ചയല്ല, കുടുംബത്തോടൊപ്പം കണ്ടിരിക്കേണ്ട, ഹൃദയത്തിൽ തങ്ങി നിൽക്കുന്ന ഒരു മനോഹര അനുഭവമാണ്.